റോബിൻ പാവമാണ്, ഡോക്ടർ റോബിൻ പാവമാണ്, ആരതിപ്പൊടി പാവമാണ്, എല്ലാവരും പാവമാണ്, ബാക്കിയുള്ളവരൊക്കെയാണ് പ്രശ്നങ്ങൾ. പക്ഷേ ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഇവരുടെയൊക്കെ ഈ 26,000 രൂപയ്ക്ക് വോയിസ് വിൽക്കണമെന്നുണ്ടെങ്കിൽ ആ വോയിസിൽ എന്തെങ്കിലും വേണമല്ലോ. അല്ല വെറുതെ റോബിൻ ഒരാളെ കുറിച്ച് പറയുന്നതോ അല്ലെങ്കിൽ ആരതിപ്പൊടി ആരെയും കുറിച്ച് പറയുന്നതൊക്കെ വിറ്റ് കഴിഞ്ഞാൽ ഒന്നും കിട്ടൂലല്ലോ. ഇപ്പോൾ 26,000 രൂപയ്ക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും സാധനം വേണ്ടേ? അത് ലോജിക്കല്ല. ഓക്കെ, ലോജിക്കല്ലേ അത്? പിന്നെ ഇവരെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന വിവിയാണ്. കാരണം ഇപ്പം പ്രശ്നം ഉണ്ടാക്കിയ ആരാണ്? വിവിയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പോൾ വിവിയെ ഒതുക്കുക, അതാണ് മെയിൻ കാര്യം. അപ്പോൾ വിവിയെ ഒതുക്കേണ്ട ആവശ്യം ആർക്കൊക്കെയാണുള്ളത് എനിക്കറിയാം, നിങ്ങൾക്കും അറിയാമെന്ന് തോന്നുന്നു. നമ്മളെല്ലാവരും ചോറ് തന്നെയല്ലേ തിന്നാം, ചിലർ ചപ്പാത്തി തിന്നും, എങ്കിലും എല്ലാവർക്കും അറിയാമല്ലോ വിവിയാണ് ഒതുക്കാനുള്ളത് എന്നുള്ളത്. അത് ആരൊക്കെ ചേർന്ന് ഒതുക്കണം എന്നുള്ളത് ഏറെ നിറച്ച വോയിസാണ്. ഏറെ നിറച്ച വോയിസാണെന്ന് എനിക്കും തോന്നി. ഓക്കെ, അപ്പോൾ ഇതാണൊക്കെയാണ്. അപ്പോൾ ഈ വോയിസിൻ്റെ അകത്ത് ഞാൻ കുറച്ച് സാധനങ്ങൾ വോയിസ് പ്ലേ ചെയ്യിക്കാം. ഈ വോയിസ് ആളുടെ അനുമതിയോട് കൂടി റെക്കോർഡാക്കിയതാണ്. അതുകൊണ്ട് ആരും ഈ വോയിസ് റെക്കോർഡ് ചെയ്തത് തെറ്റാണെന്ന് പറഞ്ഞ് വരരുത്. അയാൾക്ക് അറിയാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് നാൾ മുന്നേ നമുക്ക് ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഈ ലൈവ് വീഡിയോ പോസ്റ്റ് തീർച്ചയായും ഈ ലൈവ് ഞാൻ യൂട്യൂബിൻ്റെ അകത്ത് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും കുറച്ച് നാൾ മുമ്പേ ഷെഫീന എന്ന് പറഞ്ഞ ചേച്ചി ഉണ്ടായിരുന്നു. അതായത് ഏകദേശം 1 ലക്ഷത്തിന് പുറത്ത് സബ്സ്ക്രൈബർ ഉള്ള ഒരു ചാനലുള്ള ഒരു ചേച്ചിയുടെ വരുമാനമൊക്കെ അതിൻ്റെ അകത്തുനിന്നായിരുന്നു. മരുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിൽ നിന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ആ ചാനൽ പൂട്ടിച്ച്. അപ്പോൾ പൂട്ടിച്ച സമയത്ത് എല്ലാവരും വന്ന് ചോദിച്ചു ആരാണ് ചെയ്തത്. അപ്പോൾ ഏതോ ഒരുത്തം വന്നിട്ട് അതിൻ്റെ ഗർഭം ഏറ്റെടുത്തായിരുന്നു. ആ ഗർഭം വെറുതെ ഏറ്റെടുത്ത്. പക്ഷേ അതിൻ്റെ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദി അവനല്ല എന്ന് മനസ്സിലായി. ആ ഗർഭത്തിൻ്റെ ഉത്തരവാദികൾ ആരാണെന്ന് അറിയാനായിട്ട് ഈ വോയിസ് ഒന്ന് നിങ്ങൾ കേൾക്കുക. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. അതായത് ഷെഫീന ചേച്ചി എന്ന് പറഞ്ഞാൽ 1 ലക്ഷത്തിൻ്റെ പുറത്ത് സബ്സ്ക്രൈബർ ഉണ്ടായിരുന്ന ഒരു ചാനൽ അടിച്ചു കളഞ്ഞു. അപ്പോൾ ആ ഗർഭത്തിൻ്റെ ഉത്തരവാദി അന്നൊരുത്തൻ ഏറ്റെടുത്തു. പക്ഷേ അത് അടിച്ചു കളഞ്ഞ ആൾ വിവിയായിരുന്നു. വിവിക്ക് കൊട്ടേഷൻ കിട്ടിയതാണ് അടിച്ചു കളയാനായിട്ട്. ആ ചാനൽ മനഃപൂർവ്വം ആ ചാനൽ അടിച്ചു കളയാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത്. അത് ആരൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ പറയാൻ പോണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വോയിസ് ഒന്ന് കേൾക്കുന്നുണ്ടോ നിങ്ങൾ പറയണം കേട്ടോ. ഞാൻ നിങ്ങളുടെ ഒരു കേസിൽ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളോട് എനിക്ക് മനസ്സിലാക്കുന്ന ഒരു വിഷയമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കേസിൽ എനിക്ക് കൊട്ടേഷൻ കിട്ടിയത്. എനിക്ക് തന്ന കൊട്ടേഷൻ ജാസ്മിനായിരുന്നു. ജാസ്മിൻ അതിർത്തി ഉണ്ടായിരുന്നു. അതിനകത്ത് സായി ഉണ്ടായിരുന്നു. 3 പേര് വിളിച്ചു. പക്ഷേ സായി ഇതിനകത്ത് താല്പര്യമില്ല, നമുക്ക് സ്ട്രൈക്ക് അടിച്ച് കളയണ്ട, അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് പേയ്മെന്റ് കിട്ടിയത് ജാസ്മിന്റെ ടാർഗറ്റായിരുന്നു, പേയ്മെന്റ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയ കൊട്ടേഷൻ ആയിരുന്നു. അത് ഞാൻ ചെയ്തതാണ്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാൻ കഴിയും. എല്ലാം വന്നിട്ട് എന്റെ നെഞ്ചസുണ്ട്, ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും. എനിക്കത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ പറയുന്നത്, അല്ലാതെ എനിക്ക് നിങ്ങളുടെ പേഴ്സണൽ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അങ്ങനെ ചിന്തിക്കരുത്. ഇത് ധൈര്യമായിട്ട് പറഞ്ഞു. ഞാൻ ഓപ്പൺ ആയിട്ട് ഞാൻ പറയുന്ന കാര്യം ഞാൻ അതിൻ്റെ ഞാൻ ഓൾറെഡി പറഞ്ഞു. അതിനൊക്കെ അറിയാം. ഈ കേസ് വളരെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേർക്ക് അറിയാം. എനിക്ക് ഏകദേശം 20,000 തോന്നുന്നു അതിന് കിട്ടിയൊരു കൊട്ടേഷനാണ്. അല്ലാതെ വേറെ ഒന്നുമില്ല. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്ക് അറിയത്തില്ല. ബിക്കോസ് എന്റെ സോറി പറഞ്ഞ പോലും ഇതാവുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് ഞാൻ വളരെ ജെനുവിനായിട്ട് പറയുന്ന കാര്യമാണ്. ഇത് ഫുള്ള് ഞാൻ ചെയ്തു. ഞാനാണ് എല്ലാവരും കുറ്റക്കാരൻ, ബാക്കിയുള്ളവരാണെന്നല്ല ഞാൻ പലരെയും ഭീഷണിപ്പെടുത്തും. ഞാൻ കുറെ ആൾക്കാരെ പറയുന്നത് എനിക്കിതെല്ലാം കിട്ടുന്ന കാര്യമില്ല. അതുകൊണ്ട് ഞാൻ അപ്പോൾ നല്ലോണം കേട്ടല്ലോ. 25,000 രൂപയ്ക്ക് കൊട്ടേഷൻ കൊടുത്തത് ജാസ്മിനും ഖാദർ കരിപ്പൊടിയും കൂടെ ചേർന്നാണ് അവരുടെ ചാനൽ അടിച്ചു കളയാൻ കൊട്ടേഷൻ കൊടുത്തത്. ആരാണ് ഖാദർ കരിപ്പൊടി? ഇൻഫ്ലുവൻസർ സംഘടന ഉണ്ടാക്കി ഇൻഫ്ലുവൻസർമാരെ ഉദ്ധരിക്കാൻ നടക്കുന്നവൻ, പ്രസിഡന്റ്, അതിന്റെ കിക്കിന്റെ പ്രസിഡന്റ്. അവൻ ചെയ്തേക്കുന്ന നല്ല ഊട്ടം പരിപാടിയാണ് ഇപ്പൊ ഈ വിവി പറയുന്നത്. അതായത് പൈസ കൊടുത്ത് ഒരു ചാനൽ അടിച്ചു കളയിക്കാൻ നടക്കുന്ന ഇൻഫ്ലുവൻസർ. എന്ത് നല്ല ഇൻഫ്ലുവൻസർ! പ്രസിഡന്റ് ആക്കാൻ പറ്റിയ ആളാണ്. ഇൻഫ്ലുവൻസർമാരുടെ പ്രസിഡന്റ് ആക്കാൻ പറ്റിയവനാണ്. ബെസ്റ്റ് പ്രസിഡന്റ്. അടുത്ത അത് കള്ളത്തരാണെങ്കിൽ അവർ നിഷേധിക്കട്ടെ. ഓക്കെ, അടുത്ത ഇതിന്റെ കൂടെ മറ്റേ സീക്രട്ട് ഏജന്റിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സീക്രട്ട് ഏജന്റ് അന്ന് പറഞ്ഞത് സീക്രട്ട് ഏജന്റ് വോയിസ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ കള്ളം പറഞ്ഞത് സീക്രട്ട് ഏജന്റ് ആണ്. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞത് എൻ്റെ അടുത്തും പറഞ്ഞത്, ആ ചേച്ചിയുടെ അടുത്തും പറഞ്ഞത്, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിഞ്ഞൂടാ, ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പക്ഷെ വിവി പറയുന്നുണ്ട് സീക്രട്ട് ഏജന്റിന് ഈ കാര്യം അറിയാമായിരുന്നു. പക്ഷെ അവൻ പറഞ്ഞ് സ്ട്രൈക്ക് അടിച്ച് കളയണ്ട, പകരം വേറെ പണി കൊടുക്കാമെന്ന്. വേറെ പണി എന്താണെന്തോ, ഞാൻ തട്ടിക്കളയുക എന്നുള്ളതാണെന്തോ. ഓക്കെ, എന്തായാലും അപ്പോൾ അങ്ങനെ എന്തോ പണി കൊടുക്കാനായിട്ടാണ് ഇരുന്നത്. അപ്പോൾ പൈസ കൊടുത്തത് ജാസ്മിനും ഖാദർ കരിപ്പൊടിയും. എന്നിട്ട് ഒളിവിലിരുന്ന് നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലേ, നമ്മളൊക്കെ പാവമാണേ എന്നുള്ള രീതിയിൽ വിവിയെക്കുറിച്ച് ആരോ പറയുന്നുണ്ട്. അത് അവർ തമ്മിൽ തീർക്കട്ടെ. ആ ആരവം വിവിയും തമ്മിലുള്ളതൊക്കെ അവർ തീർക്കട്ടെ. അതൊന്നും നോ പ്രശ്നം. ഓക്കെ, ആരവം വിവിയൊക്കെ തമ്മിലുള്ളത് അവർ തീർക്കട്ടെ. അത് അവരുടെ തമ്മിലുള്ള പ്രശ്നം. ഞാൻ പറഞ്ഞത്
ഇതിൻ്റെ അകത്ത് ജാസ്മിൻ്റെ ഇൻവോൾവ്മെന്റ്, ഖാദർ കരിപ്പൊടി ഇൻവോൾവ്മെന്റ്, സീക്രട്ട് ടണ്ണന്റെ ഇൻവോൾവ്മെന്റ്. സീക്രട്ട് ടണ്ണൻ ഇപ്പോൾ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടല്ലോ. അതൊക്കെ 2 ദിവസം മുന്നേ വീഡിയോ ഇട്ടെന്താണ്, നിങ്ങളെല്ലാവരും കിക്ക് സംഘടനയിൽ കയറണം, കിക്ക് സംഘടനയിൽ എന്തൊക്കെ അവർ ഉദ്ധരിക്കണം, പിന്നെ എന്തോ മാങ്ങ ചെയ്യണമെന്നൊക്കെയാണ്. കിക്ക് സംഘടന എല്ലാവരെയും മറ്റേ ഇൻഫ്ലുവൻസർമാരുടെ പ്രശ്നങ്ങളെല്ലാം തീർക്കുകയാണ്. ഇതേ അതിന്റെ പ്രസിഡന്റ് ആണേ പൈസ കൊടുത്തേക്കുന്നത് ഒരു ചാനൽ പൂട്ടിക്കാനായിട്ട്. അതിന്റെ പ്രസിഡന്റാണ് പൈസ കൊടുത്തേക്കുന്നത്. അതിന്റെ പ്രസിഡന്റ് അതിന്റെ ഒരു മെമ്പർ ചേർന്ന് ജാസ്മിനും കൂടെ ചേർന്നാണ് പൈസ കൊടുത്തേക്കുന്നത്. 25,000 രൂപ കൊടുത്ത് പൂട്ടിക്കാൻ നോക്കി. അവന് 25,000 രൂപ കൊടുത്ത് പൂട്ടിക്കാൻ നോക്കി. ഇപ്പം എങ്ങനെയുണ്ട്? എന്തൊക്കെ നല്ല സംഘടനയാണെന്ന് നോക്കിയേ. സംഘടനയായ ഇങ്ങനെ വേണം. അപ്പം ഈ വോയിസാണ് ഇതിലെ പ്രധാനം. ബാക്കി കുറേയൊക്കെ അയച്ചിട്ടുണ്ട്, ബാക്കി കുറേ വോയിസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഈ ആരവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. അത് അവർ തന്നെ തീർക്കട്ടെ. അത് എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല അതിൻ്റെ അകത്ത്, അതുകൊണ്ട് അത് അവർ തീർക്കട്ടെ. എനിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളത് ഇത് മാത്രമേ ഉള്ളായിരുന്നു. ഇത് ഒരു വല്ലാത്ത ഇൻഫ്ലുവൻസർമാരായിപ്പോയി, വളരെ കോപ്പിലെ പരിപാടിയായിപ്പോയി ഇൻഫ്ലുവൻസർമാർ. അപ്പോൾ പ്രത്യേകിച്ച് അന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഖാദർ പറഞ്ഞത് ഒരു 7 മാസമൊക്കെ ആവാതെ നമ്മൾ അങ്ങ് ഒഴിയും, എന്നിട്ട് വേറെ ആൾക്കാരെ കൊടുക്കും, പിന്നെ എന്താണ് ഇലക്ഷൻ നടത്തും എന്നൊക്കെയാണ് പറഞ്ഞത് അവരുടെ സംഘടനയ്ക്കകത്ത്. ഇപ്പം ഇലക്ഷൻ നടത്തുന്ന സംഘടനയായിട്ട് വെച്ചേക്കുന്ന എന്തും നല്ലതിനാണോ എന്തോ. അപ്പം ഇങ്ങനെയുള്ള സംഘടനകൾ ദയവ് ചെയ്ത് അക്കൗണ്ട് പൂട്ടിച്ച് 25,000 രൂപ കൊടുത്ത് 7 സ്ട്രൈക്ക് കൊടുത്ത് 7 അക്കൗണ്ട് 6 അക്കൗണ്ട് സ്ട്രൈക്ക് കൊടുത്തിട്ട് പൂട്ടിക്കാൻ കാരണം ഇവർക്കെതിരെ പറഞ്ഞ്, അതായത് ജാസ്മിനെതിരെയും പറഞ്ഞ്, ഖാദറിനെതിരെയും പറഞ്ഞ്, സായിക്കെതിരെയും പറഞ്ഞത് കൊണ്ട് അവരെ ചാനൽ ഇവർ പൈസ കൊടുത്ത് പൂട്ടിച്ചു. അത് ചെറ്റത്തരമല്ലേ അത് വൻ ചെറ്റത്തരമല്ലേ അത് അയ്യോ എന്തൊക്കെ അല്ല സാർ. ഒന്നുകൂടെ കേൾക്കണം. വോയിസിന് കേൾക്കണ്ടല്ലേ? എല്ലാവരും കേട്ടല്ലേ? നല്ല നല്ല വോയിസാണ്. ഒന്നുകൂടെ കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കേസിൽ എനിക്ക് കൊട്ടേഷൻ കിട്ടിയത്, എനിക്ക് തന്ന കൊട്ടേഷൻ ജാസ്മിൻ ആദർത്തി ഉണ്ടായിരുന്നു, അതിനകത്ത് സായി ഉണ്ടായിരുന്നു. 3 പേര് വിളിച്ചു. പക്ഷേ സായി ഇതിനകത്ത് താല്പര്യമില്ല, നമുക്ക് സ്ട്രൈക്ക് അടിച്ച് കളയണ്ട, അല്ലാതെ വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്കാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് പേയ്മെന്റ് കിട്ടിയത് ജാസ്മിന്റെ ആയിരുന്നു പേയ്മെന്റ് ചെയ്തത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഒരു കൊട്ടേഷൻ ആയിരുന്നു. അത് ഞാൻ ചെയ്തതാണ്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്നത്. ബിക്കോസ് എല്ലാം വന്നിട്ട് എന്റെ നെഞ്ചത്തോട്ട് ഞാൻ അത് ചെയ്യും, ഞാൻ ഇത് ചെയ്യും, എനിക്കത് കേട്ടോണ്ടിരിക്കേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. അതായത് പലരും ഇവനെ കൊണ്ട് ഇതിനകത്തുള്ള പണികൾ ചെയ്യിപ്പിച്ചു പൈസ കൊടുത്ത്. അപ്പം ഇതിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ അകത്ത് ഖാദർ കരിപ്പൊടി എന്നൊക്കെ പറയുന്ന അവനാണെങ്കിലും ജാസ്മിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ സംഘടനയ്ക്കകത്തിരിക്കാൻ യാതൊരു യോഗ്യതയില്ല. ഈ സംഘടന ഉണ്ടാക്കിയിട്ടുണ്ടാകുമ്പോൾ എന്തിനാണ് ഈ ആൾക്കാരെ എല്ലാം നന്നാക്കാനും, പിന്നെ എന്താണ് ഇൻഫ്ലുവൻസർമാരെ ഉണ്ടാക്കാനും, ഇൻഫ്ലുവൻസർമാരെ നന്നാക്കി എന്തോ കുണപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അവന്മാർ ചെയ്തേക്കുന്നത് 25,000 രൂപ കൊടുത്ത് ഒരു ചാനൽ അടിച്ച് കളയുക. എന്ത് നല്ല, അതും 1 ലക്ഷത്തിൻ്റെ പുറത്ത് സബ്സ്ക്രൈബറുള്ള ഒരു ചാനലാണ് കേട്ടോ. അതാണ് ഇത്. എന്നിട്ട് എല്ലാം നമ്മുടെ വിവിയുടെ മണ്ടേക്കാർ. അതായത് അവനാണ് തെറ്റ്. അവനെ കൊണ്ട് പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതൊക്കെ ഇവന്മാരാണ് പലരും പൈസ കൊടുത്ത് ഇവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത്. ഇതാണല്ലേ സായിയുടെ കയ്യിൽ വോയിസ് ഉണ്ടെന്ന് പറയും. സായി പറയും ഇതല്ല, അത് മറ്റവർ സംസാരിച്ച, അത് ജാഫർ ഖാനും പിന്നെ ഇവരെല്ലാം കൂടെ സംസാരിച്ച, ഈ ദിയാസനെ അങ്ങനെയൊക്കെയുള്ള. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ബെൽറ്റ് മനസ്സിലായല്ലോ. വിവിയെ തകർക്കുക എന്നുള്ള ബെൽറ്റ് ആരുടെ ബെൽറ്റാണോ എന്തോ ആ ബെൽറ്റാണ് ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ്, അവരുടെ ഭാഗത്ത് തെറ്റൊക്കെ ഉണ്ട്, അത് സമ്മതിക്കുന്നുണ്ട്. പക്ഷെ വിവിയെ കൊണ്ട് ചെയ്യിച്ചത്, പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചത് എല്ലാം ഇവന്മാരിൽ പല ആൾക്കാരും തന്നെയാണ്. ഇപ്പം പറയുന്നത് ജാസ്മിൻ സഹിതം പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചേക്കുന്നതാണ് എന്നാണ് വിവി പറയുന്നത്. അതേ കണക്ക് തന്നെ സീക്രട്ട് അണ്ണൻ ഇതിൻ്റെ അകത്ത് പങ്കുണ്ട്. സീക്രട്ട് അണ്ണൻ അറിഞ്ഞൂടാ, അവനൊന്നും അറിഞ്ഞൂടാന്നൊക്കെയാണ് അന്ന് കുമ്പസരിച്ചത്, പക്ഷെ ഉണ്ട്. അപ്പോൾ ഒരു ചാനൽ അത്രയും കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ അവർ എന്തുമാത്രം കഷ്ടപ്പാടാണ്. ഇപ്പം ഇതിൻ്റെ അകത്തുള്ള എത്ര പേര് ചാനൽ തുടങ്ങിയിട്ട് കിടന്ന് വലിക്കുന്നുണ്ടെന്നുള്ള നമുക്കറിയാം. അപ്പോൾ ഒരു ചാനൽ അവരെങ്ങനെ കൊണ്ടുവന്ന് അവരുടെ വരുമാനവും മറ്റെല്ലാ സാധനവും അതിൻ്റെ അകത്തുനിന്നാണ് അവർ കിട്ടുന്നത്. അവരുടെ ജീവിതമാർഗം തന്നെ അതാണ്. അത് അടിച്ച് കളയിപ്പിച്ച ഈ നാറികളെ എന്താണ് പറയേണ്ടത്? എന്ത് നല്ല രസമുള്ള നാറികളെന്ന് വെക്കുക. അപ്പോൾ കുറേ വോയിസ് ഉണ്ട് ഇതാത്തായിട്ട്, കുറേ വോയിസുകളുണ്ട്. പക്ഷേ ആ വോയിസുകൾ നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. ആ വോയിസുകളൊക്കെ, അതായത് ആ വോയിസുകളെല്ലാവരും ഇന്ന് വേറെ ആരെങ്കിലുമൊക്കെ പ്ലേ ചെയ്യിക്കുമായിരിക്കും. ഓക്കെ, അതിലിപ്പോൾ നിങ്ങൾ കേൾക്കുക ആ വോയിസൊക്കെ. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ അകത്ത് ഇടാൻ നേരത്തെ ആ വോയിസൊക്കെ പോയി ഈ വോയിസുകളെല്ലാം അതിൻ്റെ അകത്ത് പ്ലേ ചെയ്യിക്കാം. പോരെ? വിവിയാണ് ജാഫറിനെ കൊണ്ട് സായിനെ വിളിപ്പിച്ചത്. ആയിക്കോട്ടെ, വിവിയാണ് വിളിപ്പിച്ചെന്നുണ്ടെങ്കിൽ വിവി സായിയുടെ അടുത്ത് ജാഫർക്ക് എന്താണ് പറഞ്ഞത്? അകത്ത് പോയി മോളടുത്ത് ഇന്ന കാര്യം പറയണം എന്നല്ലേ പറഞ്ഞത്. അതേ കണക്ക് സായി കേട്ടില്ലേ? സായി കേട്ടില്ലേ? നമ്മൾ കണ്ടതാണ് ആ സായി അതിൻ്റെ അകത്ത് പറയുന്നത്. ആ വോയിസ് ക്ലിപ്പിൻ്റെ അകത്ത് എന്താണ് പറയുന്നത്? മോനെ അകത്ത് പോയിട്ട് പറയണം എന്നതിന് പറഞ്ഞതല്ലേ പറഞ്ഞത്. അതേ കണക്കല്ലേ അവൻ പോയി അകത്ത് പോയി പറഞ്ഞത്. അല്ല അതിൽ വ്യത്യാസമൊന്നുമില്ലല്ലേ? അതിൽ വ്യത്യാസമൊന്നുമില്ലല്ലേ? ഇനി പിന്നെ ഈ വോയിസ് ഇടാൻ പറഞ്ഞ ആരാണ്? ഈ സായിയുടെ വൈഫ് തന്നെയല്ലേ വോയിസ് ഇടാൻ പറഞ്ഞത്, വേറെ ആരും അല്ലല്ലേ? വേറെ ആരെങ്കിലും പറഞ്ഞ
ആരാണ് പറഞ്ഞത് മറ്റേ പോയി വോയിസ് ഇടാൻ പറഞ്ഞത്? സായിയുടെ വൈഫാണ് വെല്ലുവിളിച്ചത്. ധൈര്യം ഉണ്ടെങ്കിൽ മീൻ കൊത്താ, എന്തോ ചാള കൊത്താ, ഇങ്ങനെ എന്താ മത്തി കൊത്താ, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു. എന്നിട്ട് അവസാനം എടുത്ത് കൊത്തി. അപ്പോഴത്തേക്ക് പറഞ്ഞു ഞങ്ങൾ കൊത്താൻ പറഞ്ഞു, ഞങ്ങൾ ചൂണ്ടയിട്ട് കൊത്തി, അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു. അതൊരു പണിയായിരുന്നു എന്നുള്ളത് കണ്ട് നമുക്കെല്ലാവർക്കും മനസ്സിലായ പണിയാണെന്നുള്ളത്. അതിൻ്റെ അതോടുകൂടി മറ്റേ അവ ഏറിപ്പോയത് യഥാർത്ഥ ഈ സ്നേഹ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റേ അവ ഏറിപ്പോയത്. അത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്കെല്ലാവർക്കും മനസ്സിലായില്ലേ? സ്നേഹമല്ലേ പറഞ്ഞത്, അത് വോയിസ് ഇടാൻ പറഞ്ഞത്. അപ്പോൾ മറ്റോ വോയിസ് ഇട്ട് ആരേറിപ്പോയത്? മറ്റേ അരിയണ്ണനിൽ ഏറിപ്പോയത് അല്ലേ? അങ്ങനെയല്ല. അതെ, അകത്ത് പോയി അരിയണ്ണ ഇത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും പറയണ്ടേ? അരിയൻ എങ്ങനെ വിളിച്ച് സംസാരിച്ച്, അതെ വിളിച്ച് സംസാരിച്ച് എനിക്ക് പറ്റത്തില്ല, ഞാൻ അകത്ത് പോയിട്ട് പറയുന്നില്ല അതൊന്നും. പക്ഷെ അകത്ത് പോയിട്ട് അവ ഇസഡ് സാധനങ്ങൾ പറഞ്ഞു കൊടുത്ത് അല്ലേ ചെയ്തത്. അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരി? ആര് പറഞ്ഞത് ആര് കേട്ട്? അതൊക്കെയാണ് ഓരോ മറ്റവർ വിളിച്ചു കൊടുത്ത് മറ്റത് വിളിച്ചു കൊടുത്തിട്ട് പറഞ്ഞ കാര്യമില്ല. അത് ഇങ്ങനെ നമ്പറിലിരിക്കണം. അല്ലെങ്കിൽ തന്നെ ഇനി വോയിസ് ക്ലിപ്പുണ്ട്. വോയിസ് ക്ലിപ്പുണ്ട്, കുറേ ഉണ്ട്, കുറേ വോയിസ് ക്ലിപ്പുണ്ട്. ആ വോയിസ് ക്ലിപ്പുകൾ ഇതൊക്കെ മറ്റേ യൂട്യൂബിൻ്റെ അകത്തോട്ടിടാം പോരെ, അതാണ് നല്ലത് കേട്ടോ. അപ്പോൾ വിവി വോയിസ് റെക്കോർഡ് ചെയ്യാറുണ്ട്. ഞാൻ സമ്മതിക്കുന്നു, വിവി വോയിസ് റെക്കോർഡ് ചെയ്യാറുണ്ട് ഒക്കെ ഞാൻ സമ്മതിക്കുന്നു. റെക്കോർഡ് ചെയ്യുന്നതൊക്കെ തെറ്റ് തന്നെ, ആയിക്കോട്ടെ, തെറ്റും തന്നെ. അപ്പോൾ അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് എനിക്ക് അവന് പണി കിട്ടും എന്നുള്ളത് തോന്നുന്ന സാധനങ്ങൾ അവർ റെക്കോർഡ് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞ്. തീർച്ചയായും അവന് പണി കിട്ടിയ സാധനങ്ങളാണ്. ജാഫർക്കാണ് അവിടെ നിന്ന് മറ്റേ വെല്ലുവിളിച്ചത്. നിനക്ക് എന്തോ സാധനം ഉണ്ടെങ്കിൽ നീർത്തിടാന്ന് പറഞ്ഞപ്പോഴാണ് അവൻ ആദ്യത്തെ സാധനം ഇട്ടത്. അപ്പോഴത്തേക്കാണ് അപ്പുറത്തിരുന്നുകൊണ്ട് സ്നേഹ വെല്ലുവിളിച്ചത്. അപ്പം ബാക്കിയിട്ട് അല്ലേ നടന്നത്. അതിൻ്റെ മുന്നേ അവൻ ഇട്ടില്ലല്ലേ? അല്ല, അതിൻ്റെ മുന്നേ അവൻ കിട്ടാം ഒന്നും ഇട്ടില്ല. റെക്കോർഡ് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പം സാധനങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് വരുന്നു, നല്ലതാണ്. പണി വരുമ്പോൾ തെളിവ് വേണമല്ലോ അതിന്. തീർച്ചയായും പണി കാരണം ഇവരുടെ സ്വഭാവം അറിയാമല്ലോ. അപ്പോൾ ജാസ്മിൻ ഇതേ കണക്കത്തെ 25,000 രൂപ കൊടുത്ത ഒരാളുടെ ചാനൽ കൂട്ടിച്ചിട്ട് ജാസ്മിൻ മിടിക്കുക കണക്കിന് ഇരിക്കുകയല്ലേ, മിടുമിടുക്കി പോലെ ഇരിക്കുന്നു. പിന്നെ അപ്പുറത്തെ സൈഡിൽ പബ്ലിക് കേരള എന്ന് പറഞ്ഞ ചാനലും തുറന്നു വെച്ചിട്ട് ഒരുത്തൻ നാട്ടുകാരെ മൊത്തം നന്നാക്കുന്നു. പക്ഷേ ചെയ്യുന്ന പ്രവർത്തികളാണ് ഓരോ ചാനലുകൾ അടിച്ചു പൊട്ടിക്കാനായിട്ട് ഇതേ കണക്ക് പൈസ കൊടുക്കല്. എന്തോന്നടേ ഷെഫീന ചേച്ചി ആയിക്കോട്ടെ, അവർ തെറി വിളിക്കുന്ന ആർക്കും പിന്നെ ഇതേ കണക്ക് ചെയ്യുന്നവരെ പിന്നെ തെറി എല്ലാവരും എന്താണ് വിളിക്കാനുള്ളത്? ഒരു കാര്യം, സീക്രട്ട് ഏജന്റ് വന്നിരുന്നുണ്ട്, മാന്യനായിട്ട് വന്നിരുന്നു, കുറേ സാധനങ്ങൾ ഇങ്ങനെ പറയുന്നു. അടിയിൽ കൂടെ നല്ല പൂര പണി പണിയുന്നു. ഇത് കണക്കവ. ജാസ്മിൻ വന്നിരുന്ന് മറ്റേ ഭയങ്കര സുന്ദരി ബ്യൂട്ടി ബ്ലോഗർ, എല്ലാ സാധനം വാരി തേക്കുന്നു, എല്ലാ സാധനം കാണിച്ച് ഇതൊക്കെ ആക്കുന്നു. എന്നിട്ടാ കയ്യിലിരിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കയ്യിരിപ്പാണല്ലേ. അപ്പോൾ അറ്റ്ലീസ്റ്റ് മറ്റവരും ഇത് വീഡിയോയുടെ ഫ്രണ്ടിൽ തന്നെ അവരുടെ സ്വഭാവം കാണിച്ചില്ല. തെറി വിളിയാണെങ്കിൽ തെറി വിളി. എന്നിട്ട് അവരുടെ നേരെ വിളിച്ച് നിങ്ങൾ സംസാരിച്ച് നോക്കിയേ, അവരെന്തെങ്കിലും പറഞ്ഞാ പറയുന്നുണ്ടോ? ഇല്ല. അപ്പം എന്താണ് മറ്റവരെല്ലാവരും ഇതിൻ്റെ ഫ്രണ്ടിൽ അരിയണ്ണം പറയുന്ന കണക്ക് തന്നെ ഇത് റിയൽ ലൈഫ്, മറ്റത് റിയൽ ലൈഫിൽ വേറെ സ്വഭാവമാണ്. ഓക്കെ, മറ്റേ ചേച്ചിക്ക് റിയൽ ലൈഫ് ആണെങ്കിലും ആ ക്യാമറ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ ലൈഫ് തന്നെ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ മനസ്സിലായില്ല. താടി എടുത്ത് കളഞ്ഞിട്ട് എനിക്ക് തന്നെ ക്യാമറ ആക്കാത്ത എന്തോന്ന് തോന്നുന്നുണ്ട്. എന്തായാലും പോട്ടെ, ഇന്ന് കളിച്ചു വരുമായിരിക്കും. അങ്ങനെ കുറേ വോയിസ് ഉണ്ട് കേട്ടോ. ഞാൻ എല്ലാം കൂടെ എനിക്ക് പ്ലേ ചെയ്യാൻ വയ്യ, സത്യത്തിൽ പ്ലേ ചെയ്യാൻ വയ്യ. കുറേ എണ്ണം ഉണ്ട്. വേണ്ട, ഇങ്ങനെ കുറേ ഉണ്ട്. ഇതെല്ലാം കൂടെ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നേരം എടുക്കും. ഒരാൾ വളരുമ്പോൾ അടിച്ച് താക്കുന്നതല്ലല്ലോ ഇത്. അയാളെ തീർത്ത് കളയുകയാണ് ചെയ്ത. അയാളെ തീർത്ത് കളഞ്ഞു. ജിനൂസ് 2.0. ഈ പൈസ കൊടുത്ത ആരുടെ? പൈസ കൊടുത്ത ആരാണ്? പൈസ ആരാണ് കൊടുത്ത? ജാസ്മിനും കാദർ കരിപ്പടി. ഞാൻ ഇവർ രണ്ടുപേരും പറയുന്ന ഇത് അറിയാവുന്ന ഒരാൾ സീക്രട്ട് ഏജന്റ്. അവൻ അന്ന് എനിക്ക് വരെ മെസ്സേജ് അയച്ചത് അവന് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. ആ മെസ്സേജ് എൻ്റെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഓക്കെ, അവനിതിനെക്കുറിച്ചൊന്നും അറിഞ്ഞൂടാ, ഈ ബെൽറ്റിനെ കുറിച്ച് അറിഞ്ഞൂടാ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തൊരു ബെൽറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ഈ സ്ട്രൈക്ക് ബെൽറ്റ്. അപ്പോൾ അവൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല, ഞാൻ അതിൻ്റെ അത് ഭാഗമൊന്നുമല്ല. പക്ഷെ അവൻ അറിയാമായിരുന്നു. അവൻ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് അറിഞ്ഞൂടാ കേട്ടോ. അവൻ്റെ വോയിസ് കോളുണ്ട്, അവൻ കോൾ ചെയ്ത റെക്കോർഡുണ്ട്. അതിൻ്റെ അകത്ത് അവൻ പറഞ്ഞത് അറിഞ്ഞൂടാ എന്നാണ് പറഞ്ഞത്. പിന്നെ അവൻ കാദറിൻ്റെ അടുത്ത് വിളിച്ച് തിരക്കിയപ്പോഴത്തേക്ക് കാദറിന് ഇങ്ങനെ അറിയാമായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, കാദറിന് അറിയാമായിരുന്നു. ഞാൻ ഈ കാദറിനെ സായിയും ജാസ്മിനെയും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി അതിൻ്റെ പ്രസിഡൻ്റാണ് കാദർ. ഓൾ കേരള എന്താണ് ഇൻഫ്ലുവൻസേഴ്സ് അല്ല, അത് തന്നെ കമ്മ്യൂണിറ്റി, അതിൻ്റെ ജനറൽ സെക്രട്ടറി ആണ് അരിയണ്ണൻ. അതിൻ്റെ അകത്ത് മെമ്പറാവാൻ പോയ ആൾ, മെമ്പറായ ഇല്ലെന്നുള്ളത് എനിക്കറിയത്തില്ല, മെമ്പറായാൻ പോയ ആൾ ജാസ്മിൻ, ഈ 3 പേര്. അപ്പം പണം കൊടുത്തത് ഇവരാണ്. അരിയണ്ണം പണം കൊടുത്തിട്ടില്ല, ബാക്കി 2 പേരും പൈസ കൊടുത്തു എന്നാണ് വിവി പറഞ്ഞത്. അവർ 2 പേരും ചേർന്നാണ് ഇത് പൂട്ടിക്കാനും പറഞ്ഞത്. അപ്പോൾ വളരെ മോശമല്ലേ? ഒരാളുടെ ചാനൽ പൂട്ടിക്കാൻ നോക്കുന്നത് തന്നെ വളരെ മോശമല്ലേ? പിന്നെ ഇവന്മാർ ബാക്കിയുള്ള ചില ആൾക്കാരെതിരെ ചില ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇവന്മാർ മിണ്ടത്തില്ല. കാരണം അവന്മാർക്ക് അറിയാം അതൊരു കമ്മ്യൂണിറ്റി ഇഷ്യൂ ആകുമെന്നവർക്ക് പേടിച്ച് കുറേ പേരൊന്നും മിണ്ടൂല. അങ്ങനെയൊക്കെ ഉണ്ട് ഇവന്മാരുടെ സംഘടന. അത് കമ്മ്യൂണിറ്റി പ്രശ്നമാകും, അതുകൊണ്ട് മിണ്ടത്തില്ല.
അങ്ങനെയുള്ളവർ പക്ഷെ അവരൊക്കെ ഈ സംഘടനയിൽ ചേർന്നിട്ടില്ല, എല്ലാവരും ചേരാൻ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ നമ്മളടുത്ത് വന്നിട്ട് പറഞ്ഞ് നമുക്കിങ്ങനെ പ്രശ്നമുണ്ട്, നിങ്ങളൊന്ന് സഹായിക്കുമോ എന്ന് എൻ്റെ അടുത്ത് പ്രാവശ്യം ചോദിച്ച് ഞാൻ പറഞ്ഞ് സഹായിക്കാമല്ലോ. അങ്ങനെ ഞാൻ അവരെ 2-3 പേർക്ക് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ആ ഇഷ്യൂവിൽ ഞാൻ അവർ സഹായിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ അണ്ണന്മാരൊക്കെ വന്ന് കുറേ മെസ്സേജൊക്കെ അയച്ച്, അതായത് സഹായത്തിൽ പണി കിട്ടിയവർ വന്നിട്ട് കുറേ മെസ്സേജൊക്കെ അയച്ചു. അത് മെസ്സേജ് കുറേ മാപ്പൊക്കെ ആയിരുന്നു. ആ മാപ്പുകൾ നിങ്ങൾ പല ആൾക്കാർ യൂട്യൂബിൽ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, പല ആൾക്കാരും മാപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെയൊക്കെയുള്ള ലീക്കാക്കുന്ന ഭീകരൻ ആരാണ്? ലീക്കാക്കുന്നവന്മാരുടെ വോയിസ് ലീക്കാക്കുന്ന ഭീകരൻ ആരാണ്? അതാണ്. അപ്പോൾ ദയവേത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. എന്നാൽ അവരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ചാനലുകളെ കൊണ്ടുപോകണേണ്. അപ്പോൾ നിങ്ങൾ അടിച്ചളായി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ചതേ കണക്കുള്ള പണികൾ തരുന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങൾ ഇനി പോരാത്തതിന് ഈ അരിയണ്ണന് തിരിച്ച് സ്ട്രൈക്ക് കൊടുത്ത്, ഈ അരിയണ്ണന് സ്ട്രൈക്ക് ഒഴിവാക്കി കൊടുത്തത് ആരാണ്? വിവിയാണ് ഒഴിവാക്കി കൊടുത്തത് കേട്ടോ. വിവിയാണ് ഒഴിവാക്കി കൊടുത്തത് സ്ട്രൈക്ക്. അരിയണ്ണൻ സ്ട്രൈക്ക് എന്നപ്പം ഒഴിവാക്കി കൊടുത്തത് വിവിയാണ്. പിന്നെ അപ്പോഴാണ് അതിൻ്റെ അകത്ത് 3ാമത്തെ സ്ട്രൈക്കിന് വേണ്ടിയിട്ട് ഹരിയാണ ഇങ്ങനെയൊക്കെ കിടഞ്ഞ് ശ്രമിച്ചിട്ടും ആ സ്ട്രൈക്ക് മാറുന്നില്ല. അങ്ങനെ അതിൽ ഹരിയാണ എന്ത് ചെയ്തു? ഒരു കള്ളത്തര എഴുതി വിട്ട്, ഒരു അതായത് കോടതി വരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സാധനം എഴുതി വിട്ട്. അപ്പോൾ യൂട്യൂബിൻ്റെ ഒരു പോളിസി ഉണ്ട്, അണ്ണന്മാരെ ഇങ്ങനെയൊക്കെ എഴുതി വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ലീഗലി ഇത് പോണതാണെന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അണ്ണ ഇതിനൊക്കെ എഴുതി വിട്ട് അതിപ്പോൾ ഏകദേശം എനിക്കൊരു കോടതിയിലാണെന്ന് തോന്നുന്നു. നല്ലതാണ്. സ്ട്രൈക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യൂട്യൂബ് ചാനലിനകത്ത് 3 കോപ്പിറൈറ്റ് സ്ട്രൈക്ക്, അതായത് എൻ്റെ ഫോട്ടോ ഉപയോഗിച്ച് എൻ്റെ വീഡിയോ ഉപയോഗിച്ചൊക്കെ ഒരാൾ ചെയ്ത്, അല്ലെങ്കിൽ നമ്മളെ ഓഡിയോ ഉപയോഗിച്ചെന്നൊക്കെ ഒരാൾ പറയണം. എന്നിട്ട് അവരുടെ വാലിഡ് റീസൺ കാണിക്കുക, ഇതാണ് എൻ്റെ ആയിരുന്നത് ഒറിജിനൽ, ഇത് അവരെടുത്തോണ്ട് പോയി അവരെ മറ്റത് ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ കൊണ്ടുപോയിട്ട് ആ ചാനലിനെതിരെ ഇത് കൊടുക്കും. അപ്പോൾ പറയും യൂട്യൂബിന്, ഇതാ മറ്റവൻ്റെ ഒറിജിനൽ സാധനം എടുത്ത് വെച്ചാൽ നീ ഇത് ചെയ്തേക്കാണല്ലോ, എങ്കിൽ ഇന്നാ വിളിച്ച സ്ട്രൈക്ക്. അങ്ങനെ 3 സ്ട്രൈക്ക് ഒരു ചാനലിൽ കാണാൻ നേരത്ത് ആ ചാനൽ അങ്ങ് പൂട്ടും കേട്ടോ. ചാനൽ അതോടുകൂടി ഇടപാട് കഴിഞ്ഞു. സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. സീക്രട്ട് ഏജന്റ് വീഡിയോ ഇട്ട് താഴെ മറ്റേ കമന്റ് വായിക്കാനായിട്ട് ഞാൻ പോകാറുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ കേൾക്കാറില്ല. ഞാൻ അവൻ്റെ താഴെ അവൻ്റെ കമന്റ് നോക്കും. അത് നല്ല ഊക്കായിരിക്കും, നല്ല സംതൃപ്തി, നല്ല വിഷമമുണ്ടെങ്കിൽ അതിൻ്റെ താഴെ പോയിട്ട് കമന്റ് നോക്കി, അത് സൂപ്പറാണ്, അത് മാറും. അല്ലാതെ അവൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് മറ്റേ അവന് വ്യൂ ഉണ്ടാക്കി കൊടുക്കാറില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഒരുത്തം പണി ചെയ്തവൻ പറയുന്നുണ്ടേ, അവൻ തന്നെ കുറ്റമേറ്റുകയാണ്. ഞാനാണ് ചെയ്തത്, ഞാൻ ഇവർക്ക് പൈസ തന്നപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ടാണ് ഈ പണി ചെയ്തത് അല്ലേ. 1,00,000 സംതിങ് ഉണ്ടായിരുന്നു ആ സബ്സ്ക്രൈബേഴ്സ്. ഓക്കെ, 1,30,000 അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ചാനൽ ആ ടൈമിൽ ഇങ്ങനെ ഗ്രോ ആയിക്കൊണ്ടിരിക്കുന്ന ചാനലായിരുന്നു, നല്ലോണം ഗ്രോ ആവുന്ന ചാനലാണ്. അപ്പോൾ ആ ടൈമിൻ്റെ അകത്താണ് അവർ പൂട്ടിച്ചത്. അപ്പോൾ ഹരിയണ്ണ അതിൻ്റെ അകത്ത് മറ്റേ ജാഫറിക്കയുടെ നേരത്തെ ആരും പറഞ്ഞു, ജാഫറിക്കയുടെ വിളിപ്പിച്ചത് വിവി ആണ് കോള് കണക്ട് ചെയ്ത് കൊടുത്തത്. അത് കോൺഫറൻസ് കോളായിരുന്നു. അതിൻ്റെ അകത്താണ് സീക്രട്ട് എന്നെ ആഡ് ചെയ്തത്. അതിനൊന്നും നിഷേധിക്കുന്നില്ല, എനിക്കൊന്നും പ്രശ്നമൊന്നുമില്ല. സീക്രട്ട് എന്നെ അങ്ങനെ ആഡ് ചെയ്തതൊന്നും എനിക്കും പ്രശ്നമൊന്നുമില്ല. സീക്രട്ട് എന്നെ ആഡ് ചെയ്തതിന് എനിക്ക് പ്രശ്നമുള്ള ഇത്രയേ ഉള്ളൂ. അതായത് ഹരിയണ്ണൻ്റെ അടുത്ത് ജാഫർക്ക് എന്താണോ പറഞ്ഞത് അതേ സാധനം ഹരിയണ്ണ അകത്ത് പോയി ചെയ്തു. മനസ്സിലായോ? ഇവിടെ പൂട്ടിയ ചാനലിൻ്റെ പേര് ഷഫീന ബീവി എന്നായിരുന്നു. അത് പൂട്ടി, അത് കഴിഞ്ഞ്, അതിൻ്റെ ഇടപാട് കഴിഞ്ഞ്. അവരെന്നിട്ട് പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്, ഒരു ഷഫീന ബീവി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, അവർ 2ാമത്തെ ചാനൽ തുടങ്ങി. അതിൻ്റെ അകത്ത് എനിക്കൊന്ന് 50,000 ഉണ്ടായിരുന്നു ഇപ്പോൾ. 50,000-60,000 ഉണ്ടായി സബ്സ്ക്രൈബേഴ്സ്. പക്ഷേ ചാനൽ പൂട്ടിപ്പോയി കഴിയാത്ത പ്രശ്നം മറ്റേ നല്ല റവന്യൂ ആണ്. ആ ചാനൽ പൂട്ടി പോകാൻ നേരത്തെ എനിക്കൊന്ന് അതിൻ്റെ അകത്ത് 50,000-60,000 രൂപ അതിൻ്റെ അകത്ത് കിടപ്പുണ്ട് ആ ചാനൽ. അതായത് 60,000 രൂപ ഉണ്ടാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത് ആ ചാനൽ ആ ടൈമിൽ. എന്നാണ് എനിക്ക് തോന്നുന്നു. ആ ചാനൽ അടിച്ചു പോകാൻ നേരത്തെ ആ പൈസ അതോടുകൂടി പോവുകയാണ്. പൈസ ഇല്ല, പൈസ തീർന്നു. ഇതാണ് ആ ചാനലിൻ്റെ ഇത്. അപ്പോൾ ഹരിയണ്ണ എത്ര വീഡിയോ ഇട്ട് കഴിഞ്ഞാലും ശരി തന്നെ ഇത്രയും ഒറ്റ ചോദ്യം, ജാഫർക്ക് പറഞ്ഞ സാധനം ഹരിയണ്ണ അകത്ത് പോയി പറഞ്ഞോ ഇല്ലേ? നിങ്ങളെല്ലാവരും കണ്ടേണല്ലേ? ജാഫർക്ക് വോയിസിൽ പറയുന്ന സാധനം അതേ കണക്ക് തന്നെ ഹരിയണ്ണ അകത്ത് പോയി പറഞ്ഞോ? അവർ ചാനലിൽ കൂടെ തെറി വിളിക്കുന്നില്ലടേ, അകത്ത് പോയിട്ട് ഇതാണൊക്കെ പണി പണിയുന്നില്ലടേ ആരൊക്കെ വിട്ട് കേട്ടാ. അവർ പൈസ കൊടുത്തിട്ട് നീ ചാനൽ പൂട്ടിക്കടാ, അവൻ്റെ ചാനൽ പൂട്ടിച്ചളയടാ, അവൻ്റെ മൊത്തത്തിൽ അടിച്ച് പിരിച്ചളയടാ, ഇതാണെങ്കിൽ ചെയ്യുന്നില്ലല്ലേ. തിരിച്ച് ഇങ്ങോട്ട് സ്ട്രൈക്ക് കിട്ടിയപ്പോൾ അവരെന്ത് ചെയ്താൽ അവരെ വീഡിയോ ഇട്ടേക്കുന്ന സ്ഥലത്തെല്ലാം കൊണ്ടുപോയി സ്ട്രൈക്കും കൊടുത്തു. അപ്പോൾ കുറേ അവന്മാരോട് ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ ഇടയ്ക്ക് ചിലരൊക്കെ മാറ്റി കൊടുത്തു. ശരിയാ, ചിലരൊക്കെ മാറ്റി കൊടുത്തു. കാരണം ചില പിള്ളേരന്മാരുടെയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവന്മാരുടെയൊക്കെ മാറ്റി കൊടുത്തത്. പിന്നെ കുറേ പേര് കൗണ്ടർ സ്ട്രൈക്ക് വന്നു. കൗണ്ടർ സ്ട്രൈക്കിൽ അത് പോയി. ഓക്കെ, അല്ലാതെ ഇത് കണക്കിടെ മാന്യത എന്ന് പറയുന്നത് മറ്റേ ക്യാമറയുടെ ഫ്രണ്ട് വന്നിരുന്നിട്ട് ഞാൻ ഭയങ്കര മാന്യനാണ്, ഞാൻ വളരെ ഒന്നും പറയത്തില്ല, ഞാൻ നാട്ടുകാരെ മൊത്തം ഉദ്ധരിക്കാനായിട്ട് ഇറങ്ങി വെച്ചേക്കാണ്, നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, ഇത് പറയുന്നതല്ല. ഇങ്ങനെ പറയുന്നതാണ്. നമ്മൾ എന്താണ് സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം കാണിച്ചാൽ പോരെ.
അല്ലാതെ ഞാൻ അവിടെ പോയി മറ്റേ ഞാൻ അവിടെ യോഗയ്ക്ക് പോയതാണല്ലോ, ബിഗ് ബോസിൻ്റെ അകത്ത് ഞാൻ യോഗയ്ക്ക് പോയിട്ട് യോഗയൊക്കെ ചെയ്ത് ഞാൻ പുതിയ ആളായി മനുഷ്യനായി മാറി. പുതിയ മനുഷ്യനാണ്. ഞാനിപ്പോൾ ഒന്നും പറയത്തില്ല, ഞാൻ യാതൊരു സാധനങ്ങളും പറയില്ല. ഇങ്ങനെയാണ് വന്നത്. ഇതൊക്കെ ആരുടെ അവിടെ പറഞ്ഞത്? എന്നിട്ട് ഇവിടെ ഇപ്പോൾ അവൻ എന്താണ് കാണിക്കുന്നത്? ഇന്നാ ഒരുത്തന്നെ താഴെ പൂര തെറിയല്ലേ എഴുതിയിട്ടിരുന്നവൻ അല്ലേ? അവനെ വാഴയെന്ന് വിളിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പൂര തെറിയല്ല എഴുതിയിട്ടത്, വേറെ എന്തെങ്കിലുമാണ് എഴുതിയിട്ട. അപ്പോൾ ഇതാണ് അവൻ എന്താണ് മറ്റേ ആള് മാറി. ഇനി ഞാൻ ഫുള്ള് സീക്രട്ട് ഏജന്റിൽ നിന്ന് മാറിയിട്ട് ഞാൻ സായി കൃഷ്ണയാണ് ഞാൻ ഫുള്ള്. ഇതൊക്കെ ആരെടുത്ത് പറഞ്ഞു? മോഹൻലാലിൻ്റെ ഫ്രണ്ട് അവനെന്ന് പറഞ്ഞതാണ്. നമ്മളാരും മറ്റേ ഛർദ്ദിച്ചിട്ടൊന്നും അല്ലത്, ഇത് അവനെന്നുകൊണ്ട് പറഞ്ഞാണ് അതിനകത്ത്. അപ്പോൾ അതാണ് കള്ളം എന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ വന്നിട്ട് 2 തെറി വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ തെറി വിളിക്കും. ആ വിളിക്കേണ്ട സമയത്ത് ഞാൻ വിളിക്കും. ആരെ വിളിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടൈമിൽ അത് വിളിക്കും. അത് കഴിയും. വിവിയെ പറ്റിയാണ് അത് ഞാൻ പറഞ്ഞില്ലേ. വിവിയെ പറ്റി ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ. വിവിയെ പറ്റി ഞാൻ വിവിയെക്കുറിച്ച് നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നും പറയുന്നില്ല. വിവി നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒന്നുമല്ല എൻ്റെ പ്രശ്നം. സീക്രട്ട് ഏജന്റ് ആ കോളിൻ്റെ അകത്ത് ഉണ്ടായിരുന്നോ? ആ കോളിൻ്റെ അകത്ത് ഉണ്ടായിരുന്നോ? സീക്രട്ട് ഏജന്റ് അടുത്ത് ജാഫർക്ക് പറയുന്നു, മോനെ അകത്ത് പോയിട്ട് ആ പാവാട വള്ളി കുറച്ച് തെറി ഓക്കെ അവൻ്റെ അടുത്ത് പറയണം, ഇനി ഈ പാവാട വള്ളിയിട്ട് മാറ്റി നടക്കണം. അതേ കണക്ക് തന്നെ ആ മോളടുത്ത് എന്തൊക്കെ പറയണം, മോളെ ഒന്ന് ഉപദേശിക്കണം. ഇതൊക്കെയല്ലേ പറഞ്ഞു. അകത്ത് പോയിട്ട് ഈ സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്നവൻ ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, സമ്മതിച്ച്. അകത്ത് പോയിട്ട് സീക്രട്ട് ഏജന്റ് അതിൻ്റെ അകത്ത് ഇരുന്നിട്ട് ഈ മറ്റേ വോയിസ് ക്ലിപ്പ് പുറത്ത് വന്നത് സഹിതം ആ പെണ്ണിൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? അപ്പം ജാഫർക്ക് പറഞ്ഞ സാധനം അതേ കണക്ക് അകത്ത് പോയി പ്രവർത്തിച്ചു. അതാണ് പറയുന്നത്. അയാൾ പറഞ്ഞ സാധനം അകത്ത് പോയി പ്രവർത്തിച്ചു അല്ലേ? അല്ല വേറെ ഒന്നും അല്ലല്ലേ. അവന് എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മളെല്ലാം കേട്ടാണ് വോയിസിൻ്റെ അകത്ത് അവൻ്റെ അടുത്ത് അങ്ങേര് ഇതാണ് പറയുന്നത്. അപ്പോൾ അതേ സാധനം അകത്ത് പോയി അതേ കണക്ക് പ്രവർത്തിച്ചു കൊടുത്ത്. ഇനി അതിൻ്റെ അകത്ത് എന്ത് കോപ്പാണുള്ളത്? ഇത് വിവിയാണ് കണക്ട് ചെയ്തെന്ന കോള്, ഞാൻ അങ്ങോട്ട് വിളിച്ചല്ല, ഞാൻ ഇവിടെ വിളിച്ചല്ല. എന്തോ ആയിക്കോട്ടെ, എന്ത് കോപ്പാണ് ആയിക്കോട്ടെ. പക്ഷെ അയാളെ ഇനി ഒരു കിട്ട കാര്യം, ഈ ജാഫറൊക്കെ പിടിച്ച് കയറി കയറ്റി വിട്ട ആരാണ് ജാഫറൊക്കെ പിടിച്ച് കയറി കയറ്റി വിട്ടത്? ഈ സീക്രട്ട് എണ്ണം തന്നെ ബേക്കറി കഥയായിട്ട് വന്നത്. വേറെ ആരെങ്കിലും ആണോ വന്നത്? സീക്രട്ട് എണ്ണം തന്നെയല്ലേ ബേക്കറി കഥയായിട്ട് വന്നത്. ബ്ലോക്ക് കഥയും ബേക്കറി കഥയായിട്ട് വന്ന പുള്ളി തന്നെയാണ് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മറ്റങ്ങേര് ഒരു തെറി അവിടെ വിളിച്ച സീക്രട്ട് എണ്ണ അല്ലേ? അങ്ങേരുടെ ഒരു എന്താ മഴവിൽ കേരളോ അങ്ങനെ ഒരു ചാനലിൻ്റെ അകത്ത് പോയപ്പോൾ അതിൻ്റെ അകത്ത് സീക്രട്ട് എണ്ണ അങ്ങനെ നോക്കി, അങ്ങേരെ ഇവൻ ചാനൽ നോക്കി. ഇങ്ങനെയല്ല നടന്നത്. പിന്നെ ഇവർ കോള് വിളിച്ചപ്പോഴത്തേക്ക് ഉപ്പാ മോനെ ഇതല്ലേ ഇടുന്ന തന്നെ. അപ്പോൾ എന്താണ്, അടുപ്പിൽ ഊതുന്നവൻ്റെ ആസനത്തിൽ ഊതരുത്. അതെ, അടുപ്പിൽ ഊതുന്നവൻ്റെ ആസനത്തിൽ ഊതരുത്. ആ ഊതിയവന്മാരൊക്കെ അറിയാൻ പറ്റത്തുള്ളൂ, നമുക്കറിയത്തില്ല. ഊതി ശീലമുള്ളവന്മാർക്ക് അറിയാൻ പറ്റും. അടുപ്പിൽ ഊതുന്നവൻ്റെ ആസനത്തിൽ ഊതുന്നത് നമുക്കൊന്നും അറിയത്തില്ല. അപ്പോൾ എന്ത് പറയാനായിട്ടാണ്? അപ്പോൾ ഇപ്പോഴും ഞാൻ പറയുന്നു, വിവിയെ കൊണ്ട് ചെയ്യിച്ചത്, അതായത് ഒരു ചാനൽ പൂട്ടിക്കാൻ വേണ്ടി സംഘടനാ തലവനും സംഘടനാ മെമ്പറും സംഘടനാ സെക്രട്ടറിയും അറിവോടുകൂടി സംഘടനാ പ്രസിഡന്റും സംഘടനാ മെമ്പറും ചേർന്നാണ് പൈസ കൊടുത്തത്. ജാസ്മിനും ഖാദർ കരിപ്പൊടിയും ചേർന്നാണ് പൈസ കൊടുത്തത് എന്നാണ് വിവി പറയുന്നത്. കേട്ടോ? തന്നെ ഏതാണ് ആ വോയിസ്? എവിടെയാ വോയിസ്? മാർക്ക് ചെയ്ത് വെക്കണം. ഇതല്ലേ? ഇത് തന്നെ. ഇത് ആരവിൻ്റെ കാര്യമാണ്. ആരവിൻ്റെ കാര്യമൊക്കെ അവൻ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. പിന്നെ നമുക്കത് ഇൻട്രസ്റ്റ് ഇല്ല. ആരവിൻ്റെ കാര്യം ഒന്നും കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്ത കാരണം ഞാൻ കേൾപ്പിക്കുന്നില്ല. അത് ഞാൻ മറ്റേ ഇതിൻ്റെ അകത്തിടാം, യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം. കേട്ടോ? ഈ വിവി ഒന്ന് പറഞ്ഞതിനെ പറ്റി നമ്മൾ പറയുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പേഴ്സണൽ ഇഷ്യൂസും ഇല്ല. ഞാൻ നിങ്ങളുടെ ഒരു കേസിൽ ആ മറ്റേ തനുജയുടെ കേസിൽ ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നിങ്ങളോട് എനിക്ക് മനസ്സിലാക്കാൻ ഒരു വിഷയമില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കേസിൽ എനിക്ക് കൊട്ടേഷൻ കിട്ടിയത്, എനിക്ക് തന്ന കൊട്ടേഷൻ ജാസ്മിനായിരുന്നു. ജാസ്മിൻ അതൊക്കെ ഉണ്ടായിരുന്നു. കൊട്ടേഷനാണ് കിട്ടിയത്. കൊട്ടേഷൻ കൊടുത്തത് ജാസ്മിനും ഖാദർ കരിപ്പൊടി. ഓക്കെ, സായി അതിൻ്റെ അകത്ത് പറഞ്ഞ് അവന് താല്പര്യമില്ല, അത് സ്ട്രൈക്ക് അടിച്ച് കളയണ്ട, വേറെ പണി കൊടുക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് സായിയുടെ സ്ട്രൈക്ക് അടിക്കുന്നതിൻ്റെ അകത്ത് സ്ട്രൈക്ക് എടുത്ത് കളഞ്ഞു. ഓക്കെ, പക്ഷേ സായി പറഞ്ഞതിൻ്റെ അകത്തൊരു കള്ളത്തരമുണ്ട്. സായി പറഞ്ഞത് അന്ന് വന്നിട്ട് പറഞ്ഞത് അവൻ ഈ വിഷയം അറിയില്ല എന്നുള്ളതാണ്. പക്ഷെ അവന് ഈ വിഷയം അറിയാം. കള്ളൻ.
അപ്പോൾ പൈസ കൊടുത്തത് ജാസ്മിനും ഖാദർ കൈപ്പൊടിയും കൂടെയാണ് പൈസ കൊടുത്തത്. 25,000 രൂപയാണ് കൊടുത്തത്. 25,000 26,000 രൂപയാണ് അവന് കൊടുത്തത്. അതുകൊണ്ടാണ് അവൻ പണി ചെയ്തത്. അപ്പോൾ അവനെ കൊണ്ട് ഇതേ കണക്കത്തെ പല പണികളും അവന്മാർ ചെയ്യിച്ചിട്ടുണ്ട്. കേട്ടോ? അപ്പോൾ അതാണ് ചെറ്റത്തരമല്ലേ അത്. അപ്പോൾ പരച്ചറ്റ സ്വഭാവമാണ് അത് കാണിച്ചത്. പരച്ചറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരച്ചറ്റ സ്വഭാവം. പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസർമാരുടെ മറ്റേ എന്താണ് ഇൻഫ്ലുവൻസർമാരുടെ തലപ്പത്ത് ഇൻഫ്ലുവൻസർമാരെ മൊത്തം നന്നാക്കാനായിട്ട് ഇരിക്കുന്ന ഒരാൾ വന്നിട്ട്, അതായത് അതിൻ്റെ പ്രസിഡന്റ് തന്നെ ഇമാതിരി ചെറ്റ പരിപാടി കാണിക്കാമോ? പിന്നെ പ്രസിഡന്റിൻ്റെ കൂടെ ജനറൽ സെക്രട്ടറി കൂടെ. എന്ത് നല്ല കോണയാണ്. എന്തായാലും നടക്കട്ടെ. അപ്പോൾ ഇനി വോയിസ് കേട്ടില്ല നിങ്ങളാരും പറയണ്ട. ബാക്കി വോയിസുകളൊക്കെ ഉണ്ട്. ബാക്കി ആരവനെ കുറിച്ച് പറയുന്ന വോയിസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ വോയിസുകളൊക്കെ എൻ്റെ ഉണ്ട്. അതിൻ്റെ അകത്ത് കുറേ കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്. അത് നമുക്ക് അല്ലാതെ ഇടാം കേട്ടോ. ഈ വീഡിയോയ്ക്കകത്ത് തന്നെ ഈ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ വന്നിട്ട് അവിടെ വന്നിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ താഴെ ഓരോ വോയിസുകൾ പിൻ ചെയ്ത് വയ്ക്കും. എല്ലാവരും കേൾക്കണം. എല്ലാവരും കേൾക്കണം എന്മാരെ എന്തൊക്കെയാണ് കളികളുള്ളതെന്ന്. എങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഖാദറിൻ്റെ ചാനലിൻ്റെ പേര് പറയുമോ? പബ്ലിക് കേരള എന്നാണ് ചാനലിൻ്റെ പേര് കേട്ടോ. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഭയങ്കര അയ്യോ അതിൻ്റെ അകത്ത് വെച്ചാൽ ന്യൂസ് ഭയങ്കര നാട്ടുകാരെ മൊത്തം നന്നാക്കുന്ന ന്യൂസാണ് അതിൻ്റെ അകത്ത്. പക്ഷേ ഇത് ഈ നാട്ടുകാരെ നന്നാക്കാനകത്ത് ഇത് ഈ നാട്ടുകാരെ ഉപദ്രവിക്കുന്നുണ്ടിടെ ഇതൊക്കെ. റോബിൻ നിരപരാധിയാണോ? ഞാനും ഫിറോസും കൂടെ സംസാരിക്കണം. ഓക്കെ, ഫിറോസ് റെക്കോർഡ് ചെയ്യുന്ന എൻ്റെ വോയിസ്. ഒരു ഉദാഹരണം, ഞാനും ഫിറോസും കൂടെ സംസാരിക്കുന്നത്. ഫിറോസ് എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നു. എന്നിട്ട് ഫിറോസ് അതിൻ്റെ മറ്റേ മുകളിലാരാണുള്ള മോർലിക്കിൻ്റെ അടുത്ത് പറയുന്നു, എടാ ഇത് ഒരു 26,000 രൂപയ്ക്ക് അവൻ്റെ വോയിസ് കിട്ടിയിട്ടുണ്ട്, നിനക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മോളി ചോദിക്കത്തില്ലേ, എടാ എനിക്കെന്തിനാണ് അവൻ്റെ വോയിസ്? ഇത് കേട്ടിട്ട് മറ്റേ പാട്ട് കേൾക്കാനാ? അതായത് അതിൻ്റെ അകത്തൊരു എന്തെങ്കിലും ഒരു കണ്ടന്റും ഇല്ലാന്നുണ്ടെങ്കിൽ ആ വോയിസിന് എന്തെങ്കിലും വിലയുണ്ടോ? ഉണ്ടോ? ഞാനും നിങ്ങളിവിടെ സംസാരിക്കുന്നു മറ്റേ നാട്ടിലെ മറ്റേ മഴ പെയ്ത കാര്യവും മറ്റേ ഇടിവെട്ടിയ കാര്യവും ഇങ്ങനെയൊക്കെയുള്ള കാര്യമൊക്കെയാണ് പറയുന്നത് വിചാരിച്ചു. ആ വോയിസിന് എൻ്റെ വോയിസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ അകത്ത് വല്ല വിലയുണ്ടോ? അതിന് ഒരു വിലയുമില്ല അല്ലേ ഫിറോസേ? അപ്പോൾ സംസാരിക്കുന്ന കണ്ടന്റിൻ്റെ അകത്താണ് വിലയുള്ളത്. അപ്പോൾ ആ കണ്ടന്റ് എന്താണോ അതിനല്ലേ വിലയുള്ളത്. അപ്പോൾ ആ കണ്ടന്റിനെയല്ലേ പേടിക്കുന്നത്, അല്ലാതെ വോയിസിനെയാണോ പേടിക്കുന്നത്, കണ്ടന്റിനെയാണോ പേടിക്കുന്നത്? പറഞ്ഞ സാധനം റോങ് ആയിരിക്കും. അപ്പോൾ റോങ് ആണെങ്കിൽ എന്ത് പറ്റും? ആ കണ്ടന്റിനല്ലേ പേടിക്കാനുള്ളത് അല്ലേ? നമ്മളെ വോയിസ് മറ്റേ യേശുദാസിൻ്റെ വോയിസ് ആടേ, അത് മറ്റേ ചിത്രയുടെ വോയിസാണ്. ഇതിന് പോലെ നമ്മളെ മറ്റേ പൈസ കൊടുക്കുന്നില്ല. നല്ല വോയിസ് ആണല്ലോ അവരൊക്കെ പാട്ടൊക്കെ കേൾക്കാനായിട്ട്. പൈസ ഒന്നും കൊടുക്കണ്ട. യൂട്യൂബിലെടുത്ത ചിത്ര ചേച്ചി സോങ് അടിച്ചു കഴിഞ്ഞാൽ നല്ല പാട്ട് കേൾക്കാം. അപ്പോൾ ഇനിയിപ്പോൾ റോബിൻ്റെ വോയിസ് കേൾക്കണമെങ്കിൽ നമ്മൾ റോബിൻ രാധാകൃഷ്ണൻ അടിച്ചു കഴിഞ്ഞാൽ റോബിൻ്റെ വോയിസ് അതിൻ്റെ കേൾക്കാം. റോബിൻ്റെ ഇൻ്റർവ്യൂ കേൾക്കാൻ നല്ല വോയിസ് കേൾക്കാം. പക്ഷേ ഇതിൻ്റെ അകത്ത് കണ്ടന്റ് എന്താണോ കണ്ടന്റിനാണ് പ്രധാനമുള്ളത്. അപ്പോൾ കണ്ടന്റ് റോങ് ആയിട്ടാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ടന്റിനല്ലേ പേടിക്കാള്, അതാ വോയിസിനാണ് പേടിക്കാളാ. ഇപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ കത്താനുള്ള ചാൻസ് അത്രയും മതി. ഇപ്പോൾ കത്തിയില്ലേ? അപ്പോൾ കണ്ടന്റാണ് പ്രശ്നം. അപ്പോൾ ആ കണ്ടന്റ് എന്താണെന്നുള്ളത് നമുക്കറിയത്തില്ല. സത്യമായിട്ട് എനിക്കറിയത്തില്ല. ആരെയും അറിയാമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞത് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നമ്മുടെ സബ്സ്ക്രൈബ് ഫോളോവേഴ്സിൻ്റെ അടുത്തൊന്നും ഞാൻ ഒന്നും ഒളിച്ചു വയ്ക്കാറില്ല. ഞാൻ അത് എൻ്ററായി പോയി, കുഴപ്പമില്ല, എന്നൊന്നായി പോയി, വേറെ എന്ത് മെസ്സേജൊക്കെ പോയതിനെ ഇപ്പോൾ. അപ്പോൾ ഞാൻ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തപ്പോൾ ഞാൻ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആയിരുന്നു, ഡിലീറ്റ് ഫോർ എവരി വൺ. അപ്പോൾ അനാവശ്യ മെസ്സേജ് പോയെന്നെ എൻ്റെ അകത്ത്. വാട്സാപ്പിൽ ജസ്റ്റ് കൈ തട്ടിപ്പോയി, എൻ്റർ ബട്ടണിലായി പോയി, കൈ തട്ടിയ അനാവശ്യ മെസ്സേജ് അങ്ങ് പോയി. ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വോയിസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അതിനകത്ത് വിടാം. അപ്പോൾ നിങ്ങളെല്ലാവരും കേൾക്കണം. ഓക്കെ, ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് വോയിസ് വയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾ അവസാനം വോയിസ് എന്ന് പറഞ്ഞാൽ നീയൊക്കെ പോയിട്ട് അവസാനം പോയിട്ട് വോയിസ് കേൾക്കും. അത് പാടില്ല, ഇടയ്ക്കിടയ്ക്ക് വോയിസ് വയ്ക്കും. ഓക്കെ, അതെനിക്കറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും ഇനി ഖാദർ കൈപ്പൊടിയുടെ നമ്മളെ മറ്റേ ഇതെടുത്ത് കല്യാണം ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആരെയും കാണാം, ജാസ്മിനെ കാണാം, ദിയാസനെ കാണാം, ഒരുമിച്ച് നടക്കുന്ന, അതായത് മറ്റേ പാവാട ഇങ്ങനെ പിടിച്ച് നടക്കുന്നതാണ്, എൻ്റെ കയ്യിലൊക്കെ പിടിച്ച് നടക്കുന്ന. അപ്പോൾ ദിയാസനെ പറഞ്ഞത് അന്നാണ് ഞാൻ ജാസ്മിനെ കാണുന്നത്, അന്നാണ് ആ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ പറയണം, അന്നാണ് ജാസ്മിൻ എന്ന് പറഞ്ഞ വ്യക്തി അറിയുന്നത് ഞാൻ. അതിൻ്റെ മുന്നേ എനിക്ക് അറിയത്തേ ഇല്ല. ഈ വോയിസ് ക്ലിപ്പും എങ്ങനെയോ കറങ്ങിത്തിരിഞ്ഞ് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഈ വോയിസ് ക്ലിപ്പ് എൻ്റെ കയ്യിൽ വന്നിട്ടുണ്ട്, ഈ പറയുന്ന ഈ കള്ളത്തരം. ഓക്കെ, പിന്നെ ഇനി ആരവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആരവും ദിയാസനയും കൂടെ തമ്മിൽ എന്താണ് ബന്ധം? ആരവും ദിയാസനയും തമ്മിൽ എന്താണ് ബന്ധം എനിക്കറിയത്തില്ല. പക്ഷേ ദിയാസന ഒരാളെ കോൾ ചെയ്ത് ആ കോൾ ചെയ്തതിൻ്റെ അകത്ത കണ്ടന്റ് എങ്ങനെ ആരെ പറഞ്ഞ് അതൊന്നും എനിക്കറിയത്തില്ല.
കേട്ടോ, അത് നമുക്കറിയത്തില്ല. അപ്പോൾ ബെൽറ്റുകൾ ഇങ്ങനെ കണക്റ്റായി വരുന്നതേ ഉള്ളൂ. ബെൽറ്റിൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം അല്ലേ. നല്ല വെള്ള പെയിൻറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. നല്ലോണം വെള്ളം അടിച്ച് തകർക്കണം. കറുത്ത ബെൽറ്റുകൾ 2 എണ്ണം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 ബെൽറ്റുകൾ തമ്മിൽ കറുത്ത ബെൽറ്റുകളാണ്. നമുക്ക് ആരെ മുക്കി എടുക്കണമെന്നുള്ളതാണ് നോക്കാനുള്ളത്. അപ്പോൾ ശരി, നമുക്കതിനെ പിന്നെ കാണാം. വേറെ എന്തെങ്കിലും വോയിസുകൾ ഇനിയും കിട്ടിയ രാത്രി എന്തായാലും എന്തൊക്കെ സംഭവങ്ങൾ നടക്കും ഇന്നത്തെ രാത്രിയിൽ കേട്ടോ. എല്ലാവരും യൂട്യൂബിൽ പോയിട്ട് എല്ലാവരുടെ വീഡിയോ കാണണം. യൂട്യൂബിൻ്റെ അകത്ത് നിന്ന് തകർക്കും. ഇന്നും നാളെയായിട്ട് ഇന്ന് തകർക്കും മിക്കവാറും കേട്ടോ. എല്ലാവരും നോക്കണം. നിങ്ങൾക്ക് CBI ജോയിൻ ചെയ്തോ? ഞാൻ നോക്കുന്നുണ്ട് തീർച്ചയായും. ഓക്കെ, എന്ത് ഇവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഉച്ചയെ എന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. എന്തൊക്കെയാണ് നടക്കുന്നുണ്ട്. എല്ലാ കള്ളന്മാരും കൂടെ വെളുപ്പിക്കാൻ ഇറങ്ങിയാട്ടോ തോന്നുന്നു. ഇനി അതേ കണക്ക് തന്നെ ഇന്ന് വൈകിട്ട് വേറെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഇനി മറ്റേ എന്തോ കൊച്ചിനെ വിറ്റ കാര്യമോ പിന്നെ ഏതാ ഒരു ചെറുക്കനെ കൊന്ന കാര്യമോ അല്ല അവൻ ചെറിയ ആത്മഹത്യ ചെയ്ത കാര്യമോ അങ്ങനെ എന്തൊക്കെ ഇന്ന് വരാനുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങൾ കേൾക്കണം. പലർക്കും അറിഞ്ഞൂടെ ഈ കഥകളൊന്നും. അപ്പോൾ ആ കഥകളൊക്കെ പോയി കേൾക്കാം. കൊച്ചിനെ വിറ്റ കഥകൾ, പിന്നെ ഒരുത്തൻ ആത്മഹത്യ ചെയ്ത കഥകൾ, അവ എന്തിന് ആത്മഹത്യ ചെയ്തു, ആ ചെറുക്കൻ എന്തിന് ആത്മഹത്യ ചെയ്തു, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ രാത്രിയത്തെ പല ആൾക്കാരുടെ ലൈവിൽ നിന്ന് തെളിവുകൾ സഹിതം വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി അഥവാ നിങ്ങൾ കണ്ടില്ലെങ്കിൽ ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യും. ഓക്കെ എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നോക്കിയിരിക്കേണ്ട, നിങ്ങൾ അവിടേക്ക് പോയി നോക്കുക. ഓക്കെ, അപ്പോൾ ബൈ.